ഓം ഗും ഗുരുഭ്യോ നമ. ഗം ഗണപതയേ നമ. സംസരസ്വത്യേ നമ. ഓംകാരപ്പൊരുളാം ജഗജ്ജന്യ നിൻപാദം സ്മരിച്ചന്വഹം ശങ്കാഹീനമുരച്ചിടാം സവിനയം സത്യം പരം ധീമഹേ. പരാശര്യവചസരോജമമലം ഗീതാർത്ഥഗണ്ഡോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം ലോകേ സജ്ജന ഷട്പദേരഹരഃ പേബീയമാനം മുദാ ഭൂയാത് ഭാരതപങ്കജം കരിമലപ്രധ്വംസിനഃ ശ്രേയസേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. മഹാഭാരതം ആദിപർവം. പ്രാതിപത്യനിഷ്ഠാസ്ഥാപനം. പണ്ടൊരു തപോധന ശ്രേഷ്ഠനാമുദ്ദാലകനുണ്ടായി തനയനായി ശ്വേതകേതുവും പുരാ തന്നുടെ പത്നിയോടും കൂടിയൊന്നുദ്ദാലകൻ പുണ്യവർദ്ധനമായ തപസ്സു ചെയ്താൻ ചിരം പഞ്ചാഗ്നി മധ്യസ്ഥനായി. ഗ്രീഷ്മകാലത്തു പുനരഞ്ചാതെ മഴ പെയ്യും കാലത്തു നനഞ്ഞിട്ടും ശിശിരകാലത്തിങ്കൽ സലില മധ്യേ നിന്നും വശകേന്ദ്രനായി തപസാ വാഴും കാലം പുത്രനും മാതാപിതാക്കന്മാരെ പരിചരിച്ചെത്രയും വിനീതനായി മരുവീടിന നാളിൽ വന്നിതോ വയോധികനായൊരു വിപ്രശ്രേഷ്ഠൻ നന്നായി പൂജിച്ചിതു താപസപ്രവരനും സ്വാഗത മൃദുവചനാസന പാദ്യാഖ്യാദികൾ ശാകമൂലാഹാരങ്ങൾ കൊണ്ടു പൂജിച്ച നേരം ശ്രുതിപാസാതി തീർന്ന് വിശ്രാന്തനായ വിപ്രൻ ഉത്പന്ന പ്രമോദമുദ്ദാലകനോട് ചൊന്നാൻ. അർക്കസന്നിഭ തേജോ വിഗ്രഹത്തോളം തെളിഞ്ഞി കാണാകിയ ബാലനാരെന്നു പറയണം. മുഖ്യാത്മാവായ ഭവാൻ തന്നുട തനയനെന്നുൾക്കാമ്പിൽ കൽപ്പിക്കുന്നേൻ സത്യം ചൊല്ലുക വേണം. അന്നേര ബുദ്ധാലകൻ അവനോടുകൾ ചെയ്താൻ. എന്നുടെ പത്നിയായ കുശികാത്മജ മമ ഛായേവാനുക പാതിവൃത്യം കൊണ്ട് അരുന്ധതിമായം കൂടാതെ ശുശ്രൂഷിച്ചു വർത്തിക്കും കാലം ഉദ്ഭവിച്ചിതു മമ പുത്രനായ ശ്വേതകേതു സത്പുമാൻ തപോ വിദ്യാശീലാദി ഗുണത്തോടും. അന്നേരം ഉദ്ദാലകനോട് ചൊല്ലിനാൻ. ദ്വിജനെന്നെയും നിർമുക്തനാക്കേണം ഭവാൻ മുന്നം ഞാൻ വിവാഹവും ചെയ്തുകൊണ്ടീല പുനരിന്നിപ്പോൾ ജരാനരപൂർണ്ണവൃദ്ധനുമായി ഏൻ കന്യാദാനവും ആരും ചെയ്യുകയില്ലെനിക്കിനി. ധന്യനാകിയ ഭവാൻ കരുണാശാലിയല്ലോ പിതൃമാമരണത്തിങ്കൽ നിന്നു വേർപെടുത്തെനിക്കുത്തമ ലോകപ്രാപ്തി ഉണ്ടാക്കിയിടുക വേണം. ഞാൻ തവ പത്നി തന്നെ വഹിച്ചിടുന്നേനെന്നാൽ ശാന്തനാകിയ ഭവാൻ ക്ഷമിച്ചിടുക വേണം. ഇത്യുക്ത കൃഷ്ണാജിനാംബരയായവൾ തന്നെ സത്വരം തഥാ ത്രസ്തഗാത്രനാം ദ്വിജോത്തമൻ മത്തനായ പുത്രസമക്ഷമശിപത്നി ഹസ്തവും പിടിപെട്ടാൻ അനുവാദം കൂടാതെ. ക്രുദ്ധനായ ശ്വേതകേതു മാതാവു തന്റെ മറ്റേ ഹസ്തവും പിടിച്ചുടനീ വണ്ണമുര ചെയ്താൻ. വൃദ്ധനാം ദ്വിജാധമം കിമിതം മനോഭവാം മത്തനായി ചമഞ്ഞ നിൻ ബുദ്ധി രാക്ഷസിയത്രേ. മാതാവും പതിവ്രതയെന്നറിയണം. താതനും ക്ഷമാപരൻ ബ്രഹ്മവിത്തമനല്ലോ. ശാപാനുഗ്രഹശക്തൻ തുഷ്ണീം ഭാവത്തെ പൂണ്ടു താപസകുലശ്രേഷ്ഠൻ എന്നതു മൂലം ഭവാൻ മാതരം വിമുഞ്ചമേ ഭൂസുരാധമ ധർമ്മമല്ലിതെന്നുര ചെയ്യും. ശ്വേതകേതുവിനോടുകൂടെ ഭൂസുരൻ അവൻ ചൊന്നാൻ. ശ്വേതകേതോ ജ്ഞാനപത്യാർത്ഥി എന്നറിക നീ ചേരസി വിചാരമില്ലായകയുമല്ല മമ താതനു നിന്നാരണം വിമുക്തനായാനല്ല വേദജ്ഞോത്തമവൃദ്ധൻ വിഗതസ്പഹനഹം. ബോധമോ ഭവാൻ ഏറ്റമുണ്ടല്ലോ വിശേഷിച്ചും. പുത്രനുണ്ടായാൽ പിന്നെ നിന്നുടെ മാതാവിനെ എത്രയും വേഗത ഞാൻ ചെയ്തുവൻ താനും. ഇത്തരം വൃദ്ധദ്വിജ വാക്കുകൾ കേൾക്കുന്തോറും ക്രുദ്ധനായി ചമഞ്ഞൊരു പുത്രനെ കണ്ടു താതൻ കോപിക്ക വേണ്ട. പുരാതനമാം ധർമ്മമിതം താപസജാതികൾക്കും അനുമതം. ജനകവചനം കേട്ടളവിൽ ശ്വേതകേതു മനസ്സി വാച്ച കോപമടങ്ങാഞ്ഞുര ചെയ്താൻ. എങ്കിൽ ഞാൻ ഇന്നേ മുതൽ മാനുഷർക്കെല്ലാവർക്കും സങ്കടം തീരുവതിനായൊരു മര്യാദയും സ്ഥാപിച്ചിടുന്നേൻ. കർമ്മക്ഷേത്രത്തിൽ വിശേഷിച്ചും താപസദേവസമ്മതമാക മേൽപാധിപത്യവും നാരിമാർക്കെല്ലാവർക്കും പാതകമുണ്ടായി വരികില്ലായിൽ ഇനിമേലിൽ വേദാംഗജ്ഞനായി തപോധനൻ ശ്വേതകേതുവുമേവം ചെയ്തു ബന്ധിച്ചാൻ. തഥാ ഹേതുവതിപ്പോഴും എല്ലുത്തര ഗുരുക്കളിൽ ഭേദമില്ലതോ പിന്നെ വിധുവിധമായും വന്നു. ദിവ്യജ്ഞോനികൾ പോലെ ആചാരം എവിടെയായി മര്യാദ വേണ്ട ദോഷമധികയിലതിനില്ല. കർത്തവ്യം നാരിമാർക്ക് ഭർത്തൃശാസനം നൂനം പുത്രാർത്ഥം മമഹിതം ഭദ്രേ നീ ചെയ്തിടണം. സൗദാസൻ മതയന്തിയാകിയ ഭാര്യ തന്നെ
വേധാവിൻ മകനായ വസിഷ്ഠൻ കൈകൾ നൽകി വേദജ്ഞനായ മുനി തന്നെ ബീജം കൊണ്ട് മേദിനി സന്തതി ലഭിച്ചതു. ഭസ്മലമകന്നൊരു നന്ദനുണ്ടായി വന്നി തസ്മകനായ ഗോത്രാധീശ്വരൻ അറിഞ്ഞാലും അസ്മാകം ജനനവും വേദവ്യാസങ്കൽ നിന്നും വിസ്മയമല്ല പണ്ടും ഇപ്പോഴും മധുധർമ്മം. ഇത്തരം പല പല കഥകൾ കേട്ടു പാണ്ഡു ചൊന്നാൻ. ഉത്തമയായ കുന്തി കേട്ട അളവുര ചെയ്യുക പാന്തന്മാർക്കെല്ലാം വെച്ച് വിളമ്പിയിടുവാൻ മുന്നം ശാന്തനായ ദാതൻ എന്നെ നിയോഗിച്ചാൻ. അക്കാലം ഒരു ദിനം ദുർവാസായ മുനി ഉൾക്കാമ്പു തെളിഞ്ഞിതും ഭോജനം കൊണ്ടും 4 മന്ത്രവും ഉപദേശിച്ചാൻ എനിക്കപ്പോൾ. ബാലേ, നീ ആവാഹിച്ചാൽ വേണ്ടും ദേവന്മാർ വരും, നിനക്ക് വശന്മാരാമെന്നതും അരുൾ ചെയ്തു. മുനിശ്രേഷ്ഠനും എഴുന്നള്ളിനാൻ യഥാകാമം. അങ്ങനെയുള്ള മന്ത്രം കൊണ്ട് ഞാൻ ആവഹിച്ചാൽ ഇങ്ങോ വന്നെന്നെ പ്രാപിച്ചിടും ദേവൻ നൂനം. ഇങ്ങനെയല്ല ഗുണസമ്പന്നനായുള്ളൊരു മംഗലദ്വിജനെ കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതോ എങ്ങനെ വേണ്ടുമോ ഭർത്താവെ വിധിച്ചാലും അങ്ങനെക്കൊന്നിനുമേ വൈമുഖ്യമില്ലയല്ലോ. ദൈവതം നാരിമാർക്കു ഭർത്താവ് തന്നെ എന്നാൽ താവകം നിയോഗം ഞാൻ കേവലം അനുഷ്ഠിക്കാം. ദേവം വാ ദ്വിജേന്ദ്രം വാ ഭവതാ യഥോദിഷ്ടം ദേവസന്നിഭ തഥാ കർത്താഗ്നിക്ഷമാപതേ ദേവാത് സന്തതിഫലം സദ്യസംഭവേൻ മഹീദേവ. സംഭവിക്കും കാലാന്തരെ വിദുവശാലാകയാൽ ദേവകളിൽ ആരെ ആവാഹിക്കേണ്ട ശോകം തീർന്നൊരു സുതനുണ്ടാവാനെന്ന് ചൊൽക. ഭർത്താവിൻ മതമറിഞ്ഞു ഉണ്ണിയരുതെന്നിൽ ഇത്ര പാർത്തിതു ഞാനും അകർമ്മത്തിനു നാഥ. മാധുര്യം കളർന്നൊരു കുന്തിതൻ വാക്കുകേട്ട് ചേതസിപരം ആനന്ദത്തോടും പാണ്ഡു ചൊന്നാൻ. ധനനായി ചമഞ്ഞു ഞാൻ എത്രയും അനുഗ്രഹം ഇന്നും തോന്നിയതോ നിനക്കോ മനോഹരി. നമ്മുടെ വംശം ഇപ്പോൾ ഉദ്ധരിച്ചിടുന്ന നിർമ്മലേ കുന്തി ദേവി നീയെന്നു ഉദ്ധരിച്ചാലും ശ്രീ ദുർവാസസേ മഹാമുനേ തസ്മൈ നമോ. ഭൂതാം നാഥ വംശോദ്ഭവായോഗ്രായ നമോ നമ. ഏനതേതോ വരാ ധർമ്മവിച്ഛേദം വിനാ മാനസതാപം തീർന്നു സന്തതി ലഭിക്കുവാൻ ധർമ്മതൽപരനായി ഉണ്ടാകണമെന്നാകോ. ധർമ്മജ്ഞ നീയും അതിനൊന്ന് ചെയ്തിട വേണം. ധർമ്മരാജനെ ഭരിച്ചിടുക. രാജാവായ ധർമ്മിഷ്ഠനല്ലെന്നാകില്ല അവനാൽ എന്തോ ഫലം. കുന്തിയും ഭർത്താവ് തന്നെ ആജ്ഞയെ വാങ്ങിക്കൊണ്ട് സന്തോഷമോട് മൃത്യുകാലെ പോയി സ്നാനം ചെയ്ത് ശുഭ്രവസ്ത്രവും കൊണ്ട് ശുഭ്രവാം കുന്തിദേവി വിഭ്രമങ്ങളുടൻ കൽപ്പകവശയായ നിർമ്മല മനോവേഷാലങ്കാര അതികളോടും ധർമ്മദേവനെ നന്നായി ആവാഹിച്ചതു. കുന്തി ശില്പമായിരിക്കൊരു പുഷ്പതലത്തിന്മേൽ ചെന്ന് ഉൽപ്പലാക്ഷിയും അപ്പോൾ ഉൽപ്പാദിപ്പതിനായി ലോകമൂർത്തിമാന ധർമ്മരാജനെ പുൽകി രാഗമിരുവർക്കും പൂർണ്ണമായി ഉണ്ടായി വന്നു. ഗർഭാധാനവും ചെയ്തു മറഞ്ഞു ധർമ്മദേവൻ. അപ്പോഴേ ഗർഭം ധരിച്ചിരുന്നാൾ കുന്തിദാനം പറ്റിയതോ പൗരന്തര താരാതിശയ കുറ്റം പറ്റിയിടും കുമാരൻ തന്നെ കുതൂഹൽ ഭാസ്കരേ ദിവസ മധ്യസ്ഥിതയെ സ്വതേജസ ഭാസ്കരനായ ഒരു അർഭകൻ പിറന്നപ്പോൾ കേൾക്കായി ദശരീരിവാക്യവും എല്ലാവർക്കും. ഭാഗ്യവായവൻ ധർമ്മജ്ഞന്മാരിൽ ശ്രേഷ്ഠനല്ലോ. കായേന വാചാ മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്ദിൽ സകലം പരസ്മൈ നാരായണേ സമർപ്പയാമി. കരചരണകൃതം വാ കാര്യം കർമ്മജം വാ ശ്രവണനേനജം വാ മാനസം വാ ബലവിഹിതം സർവേ ദക്ഷമസ്വാ. ജയ ജയ ഗണാംബേ ശ്രീ മഹാദേവ ശംഭോ.